ക്രിക്കറ്റിൽ വീണ്ടും അതേ പഴയ കഥ ആവർത്തിക്കപ്പെടുകയാണ്. വേദികൾ മാറുന്നു, എതിരാളികൾ മാറുന്നു, ക്യാപ്റ്റന്മാരും കോച്ചുമാരും മാറുന്നു. പക്ഷേ സഞ്ജു സാംസൺ എന്ന പ്രതിഭയോടുള്ള അവഗണനയ്ക്ക് മാത്രം ഒരു മാറ്റവുമില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം T20 മത്സരത്തിനായി പഞ്ചാബിലെ മുല്ലൻപൂരിലെ സ്റ്റേഡിയത്തിൽ ടോസിനായി സൂര്യകുമാർ യാദവ് എത്തിയപ്പോൾ ലക്ഷക്കണക്കിന് മലയാളി ആരാധകരുടെ പ്രാർത്ഥന ഒന്നു മാത്രമായിരുന്നു: ഇന്നെങ്കിലും സഞ്ജു ഉണ്ടാകണേ. എന്നാൽ കട്ടക്കിൽ വിജയിച്ച അതേ ടീമിനെ നിലനിർത്താനാണ് ടീം മാനേജ്മെന്റ് തീരുമാനിച്ചത് എന്ന പ്രഖ്യാപനം വന്നതോടെ ആ പ്രതീക്ഷകൾ അസ്ഥാനത്ത്. ജിതേഷ് ശർമ്മ വീണ്ടും വിക്കറ്റ് കീപ്പറായി സ്ഥാനം നിലനിർത്തിയപ്പോൾ ബെഞ്ചിലിരിക്കാനായിരുന്നു സഞ്ജുവിന്റെ വിധി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. സഞ്ജുവിനോട് ടീം ഇന്ത്യ കാണിക്കുന്നത് നീതിയല്ലെന്നും ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും തുറന്നടിക്കുകയാണ് ആരാധകർ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല എന്നതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. കണക്കുകൾ നിരത്തി പരിശോധിച്ചാൽ സഞ്ജു നേരിടുന്ന അവഗണനയുടെ ആഴം വ്യക്തമാകും. തുടർച്ചയായി ഇത് 5ാമത്തെ T20 മത്സരത്തിനാണ് സഞ്ജു സാംസൺ പ്ലേയിങ് 11 പുറത്തിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായി കഴിഞ്ഞ പരമ്പരയിലെ അവസാന 3 T20 മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 2 മത്സരങ്ങളിലും അതേ വിധി. ഫോമിലല്ലാത്ത താരങ്ങൾക്ക് പോലും തുടർച്ചയായി അവസരങ്ങൾ നൽകി പിന്തുണയ്ക്കുന്ന ടീം മാനേജ്മെന്റ് സഞ്ജുവിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ കാർക്കശ്യം കാണിക്കുന്നത്? ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഏകദിന സെഞ്ചുറി നേടി തന്റെ ക്ലാസ് തെളിയിച്ചൊരു താരം അതേ എതിരാളികൾക്കെതിരെ സ്വന്തം നാട്ടിൽ നടക്കുന്ന പരമ്പരയിൽ വെള്ളം ചുമക്കാൻ വിധിക്കപ്പെടുന്നത് എന്ത് നീതിയാണ്? ഇന്ത്യൻ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീർ സ്ഥാനമേറ്റപ്പോൾ സഞ്ജു സാംസണിന്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ സഞ്ജുവിന്റെ പ്രതിഭയെ വാനോളം പുകഴ്ത്തിയിട്ടുള്ള അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്ന് വാദിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗംഭീർ. എന്നാൽ പരിശീലകന്റെ കുപ്പായമണിഞ്ഞപ്പോൾ ഗംഭീറിന്റെ നിലപാടുകൾ മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഞ്ജുവിന് മധ്യനിരയിലും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും എന്ന് പരസ്യമായി പറഞ്ഞ ഗംഭീറും ജിതേഷ് ശർമ്മയെ ഫിനിഷർ റോളിൽ നിലനിർത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ ഓപ്പണിംഗിലോ 3ാം നമ്പറിലോ സഞ്ജുവിനെ പരീക്ഷിക്കാൻ അവസരമുണ്ടായിട്ടും വിന്നിംഗ് കോമ്പിനേഷൻ എന്ന മുടന്തൻ ന്യായത്തിൽ അവർ കടിച്ചു തൂങ്ങുകയാണ്. മുല്ലൻപൂരിൽ ഇന്ത്യ തോറ്റതോടെ ആ ന്യായവും പൊളിഞ്ഞിരിക്കുന്നു. ഗംഭീർ ഇപ്പോൾ പഴയ കോച്ചുമാരുടെ പാത തന്നെ പിന്തുടരുകയാണോ എന്ന ചോദ്യം ശക്തമാണ്. സഞ്ജുവിനോടുള്ള ഈ അവഗണന സഹിക്കവയ്യാതെ അതീവ വൈകാരികമായ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് സഞ്ജുവിനോട് രാജ്യം വിടാൻ ആവശ്യപ്പെടുന്ന പോസ്റ്റുകളാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും സഞ്ജു സാംസൺ വിരമിക്കണം, തന്റെ കഴിവിനോ കഠിനാധ്വാനത്തിനോ വില കൽപ്പിക്കാത്ത രാജ്യത്തിനായി എന്തിന് കളിക്കണം എന്നാണ് ഒരു ആരാധകന്റെ ചോദ്യം. അയർലാൻഡ്, USA തുടങ്ങിയ വളർന്നുവരുന്ന ക്രിക്കറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ